It's Mr. Jier. Welcome back to Topic. ഇന്ന് നമ്മളെ UI ഡിസൈനിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഇതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UI കിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ പ്ലഗിൻസ് ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ മുകളിൽ ലിങ്ക് കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയിട്ട് പ്രീവിയസ് വീഡിയോ കാണാം, പ്ലഗിൻസ് എങ്ങനെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നമുക്ക് പ്ലഗിൻസ് പോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് UI കിറ്റ്. ഈ UI കിറ്റിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് ടൈം ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് UI കിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പലതരം UI മെറ്റീരിയൽസ്, അതായത് എലമെൻറ്റ്സ് ആവശ്യമുണ്ടാവും. അപ്പം ഈ എലമെൻറ്റ്സ് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഡിസൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള UI കിറ്റുകൾ, അതായത് ലോട്ട് ഓഫ് UI കിറ്റുകൾ അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പോൾ നമുക്ക് ഫ്രീ കോസ്റ്റിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസോഴ്സസുകൾ, അതായത് എലമെൻറ്റ്സുകൾ, ഡിസൈൻ എലമെൻറ്റ്സുകൾ, UI എലമെൻറ്റ്സുകളുടെ ഒരു കളക്ഷൻസ്, അതിനെയാണ് UI കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ XDയിൽ എന്താ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാം iOS അതുപോലെ ആൻഡ്രോയിഡൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പലതരം UI മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. അതായത് ഡീഫാൾട്ടായിട്ടുള്ള ഡിസൈൻ UI മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഐഫോണിൻ്റെ ആപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ, അതായത് ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മളെ റേഞ്ച്, ബാറ്ററി, അങ്ങനത്തെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ ടോപ്പിൽ കാണും. ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്, ഡിഫാൾട്ടാണ്. അതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഒന്നും പറ്റില്ല നോർമലി ആപ്പ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ നമ്മൾ ഫ്രം സ്ക്രാച്ച് ഡിസൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് UI കിറ്റിൽ നിന്ന് എടുത്തിടാം. അങ്ങനെയുള്ള കുറേ ഡിഫാൾട്ടായിട്ടുള്ള, അതായത് ഇപ്പം ആൻഡ്രോയിഡിന് സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ iOSന് സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ വിൻഡോസ്, അങ്ങനെ പലതരം എന്താ പറയുക OSൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള UI കിറ്റുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു കേസിൽ നമുക്ക് UI കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കുറേ ലാഭിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലെയുള്ള ഡിസൈനേഴ്സ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാഭിക്കുക എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മളെ വർക്ക് പ്രോസസ്സ് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ UI കിറ്റ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ XDയിൽ UI കിറ്റ് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ UI കിറ്റ് യൂസ് ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പതിപോലെ നമ്മൾ XD ഓപ്പൺ ചെയ്യാണ്. XD ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പുതിയൊരു ഡോക്യുമെൻ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളെ XDൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ആഡ് ഓൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ആഡ് ഓൺസിൽ നമുക്ക് സെക്കൻഡായിട്ട് നിങ്ങൾക്ക് കാണാം UI കിറ്റ്. അപ്പോൾ UI കിറ്റിൽ ക്ലിക്ക് ചെയ്യാം. UI കിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് പോകുന്നത് UI കിറ്റ്, അതായത് XDൻ്റെ UI കിറ്റ് ആയിട്ടുള്ള സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള UI കിറ്റ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആപ്പിളിൻ്റെ ഡിസൈൻ ഉണ്ട്. ഓക്കെ, ആപ്പിൾ ഡിസൈൻ ഉദ്ദേശിക്കുന്ന ആപ്പിൾ iOS ഡിവൈസുകളിലൊക്കെ ഉള്ള UI കിറ്റാണ്. പിന്നെ മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയാണ്, അതായത് ആൻഡ്രോയിഡ് ഡിസൈൻസിനെയാണ് പൊതുവെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഡിസൈനാണ് ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗൂഗിൾ. ഓക്കെ, പിന്നെ വരുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ UI കിറ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഡിസൈൻ. പിന്നെ IBMൻ്റെ ഡിസൈൻ കിറ്റ് ഉണ്ട്. അതുപോലെ Adobe എക്സ്പീരിയൻസ് മാനേജറിൻ്റെ UI കിറ്റ് ഉണ്ട്. അപ്പം ഇത്രയും ആണ് UI കിറ്റ് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കിറ്റുകളാണ് നമുക്കിപ്പം Adobe XDയിൽ ഓൾറെഡി ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ഇതിൽ ഞാനിപ്പം മാക്കിൽ പോയി കഴിഞ്ഞാൽ, അതായത് ആപ്പിളിൻ്റെ ഡിസൈൻ UI കിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളിൻ്റെ UI കിറ്റ് കാണാൻ പറ്റും, അതായത് ആപ്പിൾ ഡിസൈൻ റിസോഴ്സസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സൈറ്റിൽ കാണാം, കണ്ടോ? അതായത് നോർമലി ആപ്പിൾ ഡിവൈസിൽ നമ്മളെ ആപ്പിൾ ഡിവൈസ്, അതായത് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അവർ ഡെയിലി കാണുന്ന UI എലമെൻസുകളാണ് ഇതൊക്കെ ഈ ബാനറിൽ കാണുന്നത് നമുക്ക്. അതായത് നമ്മളെ കീപാഡ് ആയിക്കോട്ടെ, സ്റ്റാറ്റസ് ബാർ ആയിക്കോട്ടെ, അലേർട്ട് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി എന്താക്കുന്ന ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ കാണുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് UI കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക അതേപോലെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് UI കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുക ടൈം ലാഭിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, പക്ഷേ നമ്മളതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ പക്ക അറിഞ്ഞ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറേ ടൈം ആവശ്യമാണ്. ആ ഒരു ടൈമിൻ്റെ ഇഷ്യൂ നമുക്ക് മാനേജ് ചെയ്യാൻ UI കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് iOSൻ്റെ കാണാം, അതുപോലെ macOS ഉണ്ട്, പിന്നെ വാച്ച് OS ഉണ്ട്, അതായത് ആപ്പിൾ വാച്ച് iWatchൽ വരുന്ന UI കിറ്റ്. പലതരം UI കിറ്റുകളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ TV OSൻ്റെ UI കിറ്റ് ഉണ്ട്. അങ്ങനെ ഒരുവിധം പാരലക്സ് പ്ലഗിന്, Adobe XDൻ്റെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, കാർഡ് പ്ലേ, ഗെയിം സെൻറ്റർ, സോ ലോട്ട് ഓഫ് UI കിറ്റ് അവൈലബിൾ ആണ് iOSൻ്റെ. അപ്പം നമുക്ക് വേണ്ടത് macOS ആണ്. അപ്പം ഞാൻ macOSൻ്റെ XDൻ്റെ UI കിറ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൽ സ്കെച്ച് ഉണ്ട്, അതുപോലെ ഫോട്ടോഷോപ്പ് ഉണ്ട്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്രി കേട്ടോ, ഇതിൽ നമുക്ക് കാണാം പ്രൊഡക്ഷൻ ടെംപ്ലേറ്റും ഉണ്ട്, UI ഡിസൈൻ എലമെൻസും ഉണ്ട്. അപ്പം ഇതിൽ XD ഫയലുണ്ട്. ഞാൻ ഈ XD ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ആപ്പിൾ ഡിവൈസ്, അതായത് ആപ്പിൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിന് വേണ്ട എല്ലാ UI കിറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ആപ്പിളിൻ്റെ ടാസ്ക് ബാർ ഉണ്ട്, അതുപോലെ ആപ്പിളിൽ യൂസ് ചെയ്യുന്ന മെനൂസ്, ലിസ്റ്റ് ഐറ്റംസ്, അതുപോലെ സെറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ അലേർട്ട് ബട്ടൺസ്, അലേർട്ട് പോപ്പപ്പ്, ഇതിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക കോമ്പണൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് കിട്ടും. അതുതന്നെ ഡാർക്ക് വേർഷനും ലൈറ്റ് വേർഷനും ഉണ്ട്, നമുക്ക് അതിൽ യൂസ് ചെയ്യാം. പിന്നെ മാക്കിൽ പൊതുവേ യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ ലിസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് iOS ലേറ്റസ്റ്റ് വേർഷൻ 2018 എബോവ് വേർഷനിൽ വരുന്ന ടച്ച് സ്ക്രീൻ വരുന്നത്, അതായത് ലാപ്ടോപ്പിൽ മാക്ബുക്കിലൊക്കെ വരുന്ന ടച്ച് സ്ക്രീൻ വരെ നമുക്കിവിടെ UI കിറ്റിൽ അവൈലബിൾ ആണ്. അപ്പം കണ്ടോ, ടച്ച് സ്ക്രീൻ വരെ അവൈലബിൾ ആണ്. സോ എവറിത്തിങ് വി ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് UI കിറ്റ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ UI കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് UI ഡിസൈൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ iOSൻ്റെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, iOSൻ്റെ അതായത് മൊബൈൽ ആപ്പിൻ്റെ UI കിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത് UI കിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, മെറ്റീരിയലിൽ പോയി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ മെറ്റീരിയൽ UI കിറ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഗൂഗിളിൻ്റെ മെറ്റീരിയൽ ഡിസൈൻ UI കിറ്റാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് മാത്രം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് UI കിറ്റുകൾ ആവശ്യമുണ്ടാവും പൊതുവെ. അപ്പം അതിന് നമുക്ക് എന്താക്കാം, മെറ്റീരിയൽ ഡിസൈൻ യൂസ് ചെയ്യാം. അതേ സ്ഥാനത്ത് ആപ്പിൾ അതായത് iOS ആപ്ലിക്കേഷനാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമുള്ള ഡിസൈൻ കിറ്റിന് വേണ്ടി, അതായത് UI കിറ്റിന് വേണ്ടി നമുക്ക് ആപ്പിൾ ഡിസൈൻ യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, UI കിറ്റ് Adobe XDയിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ മെറ്റീരിയലും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മെറ്റീരിയൽ ഡിസൈനിൻ്റെ UI കിറ്റ് ഇതാണ് വരുന്നത്. XD ഫയലിൽ ഡാർക്കും ഉണ്ട്, ലൈറ്റ് തീമും ഉണ്ട്. നമുക്ക് ലൈറ്റ് തീം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ ഡിസൈനിൻ്റെ UI കിറ്റ്. അപ്പോൾ മെറ്റീരിയൽ ഡിസൈന് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ അതായത് A to Z ആൻഡ്രോയിഡിൽ ഡിഫാൾട്ട് വരുന്ന UI കിറ്റുകൾ, അതായത് UI എലമെൻസുകൾ കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഫോണ്ട് ആയിക്കോട്ടെ, ഫോണ്ട് വെയിറ്റ് ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, ഐക്കോൺസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഇവിടെ ഉണ്ട്. അതായത് ഇമേജ്, എവറിത്തിങ്, അതായത് സ്റ്റാറ്റസ് ബാർ, ബട്ടൺസ്, ആക്ഷൻസ്, മെനൂസ്, ഓൾ
മെറ്റീരിയൽ ആപ്പിൻ്റെ അതായത് മെറ്റീരിയൽ ഡിസൈൻ എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെന്താക്കാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യും മൊബൈൽ ആപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു ടൈം നമുക്ക് കുറേ അധികം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താക്കാം ചെയ്തു പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ നോർമലി ഇത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പം അത് നമുക്ക് എന്താക്കാം ലാഭിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ UI കിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇങ്ങനെയാണ്, അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത് XDയിൽ UI കിറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താക്കുക മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മളെ വർക്കിംഗ് പ്രോസസ്സ് മാക്സിമം നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും UI കിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ ഗൈസ്.